ഹലോ ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 14 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ബ്ലോക്ക് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും. അത് കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ലിങ്ക് എടുത്ത് നിങ്ങൾ വീഡിയോ കാണണം കേട്ടോ. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 1. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ദയവ് ചെയ്ത് ആദ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ, എന്നിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ ലാസ്റ്റ് വേണമെങ്കിൽ ചെയ്താലും മതി. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് വീഡിയോ കാണണം കേട്ടോ. ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ മീ. So let's don't waste time, and here we go with the first question. What are the major works of Dr. Anandamurthy? ഡോക്ടർ ആനന്ദമൂർത്തിയുടെ മേജർ വർക്ക്സുകൾ ഏതെല്ലാമാണ്? Dr. U.R. Anandamurthy is a renowned Indian writer, critic, and scholar. His literary works span multiple genres, including novels, short stories, poetry, and essays. Some of his notable works include novels Samskara, 1965. This novel is a powerful critique of Brahmanical orthodoxy and explores the spiritual struggle of an individual seeking to forge a new identity. It has been translated into multiple languages and adapted into a film. Bharatipura, 1973. This novel explores themes of social revolution, identity, and cultural change as the protagonist, Jagannatha, attempts to lead a group of untouchables into a temple. Avasthe, 1978. This novel explores the complexities of human relationships and identity. Baba, 1994. This novel is a thought-provoking exploration of human emotions and relationships. Divya, 2001. This novel is a significant work that explores themes of identity, culture, and spirituality. ഇന്ത്യൻ റൈറ്ററും ക്രിട്ടിക്കും സ്കോളറുമാണ് UR ആനന്ദമൂർത്തി. ഡോക്ടർ ആനന്ദമൂർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ചൊന്നുമല്ല, ധാരാളം നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, പോയട്രി, എസ്സേസ്, അങ്ങനെ ധാരാളം വർക്ക്സ് അദ്ദേഹം ഇന്ത്യൻ ലിറ്ററേച്ചറിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിനി പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഓരോ പേരുകൾ അത് 1 by 1 നിങ്ങൾ നോട്ട് ചെയ്ത് ഡേറ്റ് വൈസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇതിൽ മെയിനായിട്ട് അതിൽ എന്തെഴുതി അതിൻ്റെ ഉള്ളിൽ നിന്നല്ല ഇവിടെ നോട്ട് ചെയ്യുന്നത്. മിക്കവാറും എനിക്ക് ഓൾമോസ്റ്റ് 99% കാര്യമാണ് പറയണത്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ആ സംസ്കാര, ഭാരതിപുത്ര, അങ്ങനെ പേരുകളുണ്ടല്ലോ, ആ വർക്ക്സും അതിൻ്റെ ഡേറ്റുകളുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനത് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഓക്കെ, ഞാൻ വായിച്ചു തരാം. സംസ്കാര 1965 ആ ഒരു നോവൽ ബ്രാഹ്മണിക്കൽ ബ്രാഹ്മിൺ ഓർത്തഡോക്സി ആയിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങളെ കുറിച്ചിട്ടും അവരുടെ ആ ഒരു സ്പിരിച്വൽ സ്ട്രഗിൾസ് ഉണ്ട്, അതിനെയൊക്കെ കുറിച്ചിട്ടുമാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഈ ഒരു വർക്ക് ധാരാളം ലാംഗ്വേജസിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫിലിം പോലും എടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വർക്കാണ് സംസ്കാര. ഇതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളതും സംസ്കാര എന്നുള്ള വർക്ക് തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളുടെ ചാപ്റ്ററിൽ ഈ ഒരു ബ്ലോക്ക് 1 കംപ്ലീറ്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ഭാരതിപുത്രയാണ്. അത് 1973 ആണ് അതിൻ്റെ ഡേറ്റ് വരുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള തീം എന്ന് പറയുന്നത് സോഷ്യൽ റെവല്യൂഷൻ, ഐഡൻറ്റിറ്റി, കൾച്ചറൽ ചേഞ്ച് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടു ലീഡ് എ ഗ്രൂപ്പ് ഓഫ് അൺടച്ചബിൾസ് ഇൻ ടു എ ടെമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പിളിലേക്ക് അൺടച്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ദളിത് വിഭാഗം ആൾക്കാർക്ക് എൻട്രി ഇല്ല, അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് എൻട്രി ഇല്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച ഒരു വർക്കാണിത്. അവസ്ഥ എന്ന് പറയുന്ന മറ്റൊരു വർക്കാണ്. ഇവിടെ ഹ്യൂമൻ റിലേഷൻഷിപ്പിനും ഐഡൻറ്റിറ്റിയും തമ്മിലുള്ള ഒരു കോംപ്ലക്സിറ്റീസ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോവലാണിത്. നെക്സ്റ്റ് ബാവ, ഇതും ഹ്യൂമൻ ഇമോഷൻസിനെയും റിലേഷൻഷിപ്സിനെയും ഒക്കെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു നോവൽ തന്നെയാണ്. ദിവ്യ എന്ന് പറയുന്ന മറ്റൊരു വർക്ക്, അതിലും ഇദ്ദേഹം എക്സ്പ്ലോർ ചെയ്യുന്നത്
സ്പിരിച്വാലിറ്റി, ഐഡൻറ്റിറ്റി, കൾച്ചർ. ഓക്കെ, ഇതൊക്കെ തന്നെയാണ്. മീൻസ് ബേസ്ഡ് ഓൺ കംപ്ലീറ്റ്ലി എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ ഇഷ്യൂസ് തന്നെയാണ് കേട്ടോ. ഷോർട്ട് സ്റ്റോറീസ്. എന്തെന്തു മുഖിയത കഥെ 1955. This collection of short stories showcases Anandamurthy's ability to craft compelling narratives that explores the human condition. Presne, 1962. This collection of short stories explores themes of identity, culture, and social change. Mauni, 1972. This collection of short stories is a powerful exploration of the human condition. Aidu Dashagada Kadagalu, 2001. This collection of short stories showcases Anandamurthy's ability to craft compelling narratives that explore the complexities of human relationships and identity. Poetry. Bawali, 1963. This collection of poetry explores themes of love, identity, and spirituality. Padyagalu, 1970. This collection of poetry showcases Anandamurthy's ability to craft powerful and evocative verse. Ajjana Heggala Sugagalu, 1989. This collection of poetry is a thought-provoking exploration of human emotions and relationships. Ivaregina Kavitagalu, 2001. This collection of poetry showcases Anandamurthy's ability to craft compelling and introspective verse. അപ്പോൾ ഈ വർക്കുകളൊക്കെയാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഇനിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഷോർട്ട് സ്റ്റോറീസും പോയട്രീസിലൊക്കെ മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം കൂടുതലായിട്ടും സോഷ്യൽ ആയിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം. പിന്നെ മനുഷ്യൻ്റെ ഇമോഷൻസിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ, ഇതെല്ലാം കന്നഡയിലാണ് എഴുതിയിട്ടുള്ളത് ഈ വർക്കുകൾ. അപ്പോൾ കന്നഡ നെയിംസാണ്. ഞാൻ വായിക്കുമ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ കന്നഡ അറിയുന്നവർ കൃത്യമായിട്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ പഠിച്ചോളൂ. നമുക്കിവിടെ ആവശ്യം സ്പെല്ലിംഗ് ആണ് കേട്ടോ. എത്രയൊക്കെ പ്രൊനൗൺസിയേഷൻ അറിഞ്ഞിട്ടും കാര്യമില്ല, സ്പെല്ലിംഗ് പഠിക്കണം. അതിനാണ് നമുക്കിവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. ഈ എല്ലാ വർക്ക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ സംസ്കാരം എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ നാല് യൂണിറ്റ്സ് ഉണ്ട് ഈ കംപ്ലീറ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 1. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ്ലി നമുക്ക് കവർ ചെയ്യുന്നത് സംസ്കാരം എന്നുള്ള ഒരു വാക്ക് വെച്ചിട്ട് തന്നെയാണ്. എന്നുവെച്ചാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. അപ്പം നിങ്ങൾ എങ്ങനെ പോയാലും ഈ വർക്ക്സ് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ചോദ്യം വന്നാലും ഈ വർക്ക്സുകൾ അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് വേസ്റ്റായി പോവില്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കേട്ടോ, എനിക്ക് ഷുവറാക്കാൻ പറ്റില്ല. കാരണം ആകെ 8 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മളുടെ കംപ്ലീറ്റ് 2 ബുക്കുകളാണുള്ളത്, വോള്യൂം 1, വോള്യൂം 2. ഇതിൽ നിന്ന് മൊത്തം 8 ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്ത് വരുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. എന്നോട് പലരായി ചോദിക്കുന്നു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്ന് പറയുമോ എന്നുള്ളത്. അത് പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ എക്സാമിന് തന്നെ മന്ത് ഓഫ് ജൂലൈയിൽ എക്സാം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കുറേ പഠിച്ചു പോയി, പക്ഷേ വന്നതൊന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ ക്വസ്റ്റ്യൻസൊക്കെയാണ് വന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവുക, അത്രേ ഉള്ളൂ. ഏത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടുതലായിട്ടും കവർ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഒന്നും വേസ്റ്റായി പോവില്ല, ഭാവിയിലായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, എസ്സേസ്. പ്രജ്ഞമട്ടു പരിസര, 1974. This collection of essays explores themes of culture, identity, and social change. Samakshama, 1982. This collection of essays is a powerful exploration of human relationships and identity. Purvapara, 1990. This collection of essays showcases Anandamurthy's ability to craft compelling and thought-provoking arguments. Kannada, Karnataka, 2001. This collection of essays explores themes of culture, identity, and social change. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വായിച്ചതിൽ മൊത്തം
കന്നഡ കർണാടക കൃത്യമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതിലൊക്കെ എന്തൊക്കെയൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ക്ഷമിക്കണം, കന്നഡ നന്നായിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് അറിയുന്നവർ. Okay. Anandamurthy's works have been widely translated and have received critical acclaim. His writings is known for its complexity, nuance, and thought-provoking exploration of human relationships and identity. As a writer, he is deeply concerned with the social justice, cultural change, and the human condition. His works continue to be widely read and studied, and his legacy as a major Indian writer remains unchallenged. ആനന്ദമൂർത്തിയുടെ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ വർക്കുകളൊന്നുമല്ല, ഒത്തിരി അധികം വർക്കുകളുണ്ട്. പല വർക്ക്സുകളും ട്രാൻസ്ലേറ്റഡ് ആണ് താനും. എടുത്തു പറയാനായിട്ട് സംസ്കാര എന്നുള്ള വർക്കാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കിലും മെയിനായിട്ടുള്ള തീം എന്ന് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ്, കൾച്ചറൽ ചേഞ്ച്, ഹ്യൂമൻ കണ്ടീഷൻ ഒക്കെയാണ്. ഓക്കെ, സോ വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. Do you think you can find the time to read the writer's Bharatipura or at least one or two of his short stories? My own choice from among his short stories would be Gadasraddha and Clip Joint. ആനന്ദമൂർത്തിയുടെ കാര്യമാണ് ഇവിടെ പിന്നെയും എടുത്തു പറയുന്നത്. അതവിടെ പേരൊന്നും പറയുന്നില്ല കേട്ടോ, ഹിസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വർക്ക് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. അപ്പോൾ അത് എസ്പെഷ്യലി ഭാരതീപുത്ര എന്ന് പറയുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നോ രണ്ടോ ഷോർട്ട് സ്റ്റോറി നിങ്ങൾക്ക് വായിക്കാനായിട്ട് സമയം കിട്ടുമോ? അതുപോലെ തന്നെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വ്യക്തി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഓൺ ചോയ്സ് എന്ന് പറയുന്നത് ഗാഥാശ്രദ്ധ, അതുപോലെ ക്ലിപ്പ് ജോയിൻറ്റ്. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോയ്സ്. അപ്പം നമ്മളോട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. Bharatipura is a thought-provoking novel that explores themes of identity, culture, and social change. The story revolves around Jagannatha, a Brahmin landlord who returns from England and attempts to lead a group of untouchables into the temple. This act sparks a series of events that challenge the existing social norms and power structures in the village. Anandamurthy's writing style in Bharatipura is nuanced and complex, making it a great choice for readers interested in exploring the intricacies of human relationships and societal dynamics. The novel raises important questions about identity, tradition, and social change, making it a valuable read for those interested in Indian literature and culture. As for his short stories, Gadasraddha is a powerful exploration of faith, tradition, and social norms. The story follows a young Brahmin boy who is forced to confront the harsh realities of his community's practices. This story showcases Anandamurthy's ability to craft compelling narratives that explore the complexities of human experience. ഭാരതീപുത്ര എന്ന ഒരു വർക്ക് ആനന്ദമൂർത്തിയുടെയാണ് ഈ വർക്ക്. അപ്പോൾ അദ്ദേഹം കൂടുതലായിട്ടും ഇതിൽ തീം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി, കൾച്ചർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണ്. ജഗന്നാഥ എന്നൊരു വ്യക്തിയുടെ ഒരു കഥയാണിത്. മീൻസ് ഇതിൽ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ജഗന്നാഥയാണ്. അദ്ദേഹം ഒരു ബ്രാഹ്മിൺ ലാൻഡ് ലോഡാണ്. അദ്ദേഹം ഇംഗ്ലണ്ടിലോട്ട് പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറേ ചേഞ്ചസ് ഉണ്ടാവുകയാണ്. അങ്ങനെ അദ്ദേഹം അൺടച്ചബിൾ ആയിട്ടുള്ള കുറേ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആൾക്കാരോട് ടെമ്പിളിലേക്ക് കടക്കാനായിട്ട് അനുവാദം ഇദ്ദേഹം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അന്നത്തെ കാലത്തൊന്നും ഇവരെ ടെമ്പിളിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തിരുന്നില്ല. അപ്പോൾ അതിനെ ചൊല്ലി ധാരാളം എന്താ പറയുക കുറേ സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സ്റ്റോറിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ലിറ്ററേച്ചറിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ഭാരതീപുത്ര എന്ന ഒരു സ്റ്റോറി, ആനന്ദമൂർത്തിയുടെ സ്റ്റോറി വായിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് കാരണം പറയാനായിട്ട് കൂടുതലായിട്ടും ഇതിനെ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടും അതുപോലെ മനുഷ്യൻ്റെ കണ്ടീഷൻസിനൊക്കെ കുറിച്ചിട്ടാണ്. കുറേ അധികം എന്താ പറയുക മാൽ പ്രാക്ടീസസ് ഒക്കെ നടന്നിരുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസസ് ഓക്കെ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള
ഷോർട്ട് സ്റ്റോറീസ് വായിക്കണം എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു തീം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഐഡൻറ്റിറ്റി, ട്രഡീഷണൽ ആൻഡ് സോഷ്യൽ ചേഞ്ച്. അപ്പോൾ ഇതിനൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മൈൻഡിലോട്ട് വരികയാണ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ. Anandamurthi's writing often grapples with complex themes, making his works a great choice for readers interested in exploring the human condition. His stories often raise important questions about identity, culture, and social change, making them a valuable read for those interested in Indian literature and culture. In conclusion, U.R. Anandamurthi's works, including Bharatiputra and Gadasraddha, offer valuable insights into the human experience. His writing style is nuanced and complex, making his stories a great choice for readers interested in exploring the intricacies of human relationships and social dynamics. ഇവിടെ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ തന്നെയാണ്. ആനന്ദമൂർത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വർക്കുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ വർക്ക്സുകൾ എടുത്തെഴുതണം. ഭാരതിപുര, അതുപോലെ ഗാഥശ്രദ്ധ. ഇതിനിപ്പോൾ നിങ്ങൾ വായിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് എഴുതാണ്ടിരിക്കേണ്ട കേട്ടോ. നിങ്ങളോട് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതൊന്നും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരിക്കരുത്. ഈ 2 വർക്ക്സുകളും ഒന്നെങ്കിൽ വായിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ വായിക്കാൻ സമയം കിട്ടും എന്ന് പറഞ്ഞിട്ടെങ്കിലും ഈ 2 വർക്ക്സുകളെ കുറിച്ചിട്ട് ഈ പറഞ്ഞതൊക്കെ എഴുതണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇനി വായിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും എഴുതാതിരിക്കരുത് എക്സാമിന് അഥവാ വരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് ഇത് ബേസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. ഹ്യൂമൻ കണ്ടീഷനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും, പിന്നെ സോഷ്യൽ ചേഞ്ചിനൊക്കെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഓക്കെ, 3ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വേറൊരു പേജിലോട്ട് അത് എഡിറ്റ് ചെയ്തപ്പോൾ ഇടാനായിട്ട് വിട്ടുപോയതാണ്. ഇവിടെ തന്നെയുണ്ട്, ഈ പേജിൽ തന്നെയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. Remember, any extra reading of the writer will pay you rich dividends in terms of your understanding and your scores in the examination. ഡോക്ടർ ആനന്ദമൂർത്തിയുടെ മറ്റെന്തെങ്കിലും വർക്ക്സുകൾ നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദ്യം. അപ്പോൾ അത് നമുക്ക് എക്സാമിന് കൂടുതലായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ക്വസ്റ്റ്യനിലും പറയുന്നത്. ഓക്കെ, ആൻസർ നോക്കാം. U.R. Anandamurthi's notable works include. നമ്മൾ നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെ നമുക്കിവിടെ എഴുതി വെച്ചാൽ മതി. നമ്മൾ ഓൾറെഡി അദ്ദേഹത്തിൻ്റെ വർക്ക്സുകൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആ വർക്ക്സുകളുടെ പേരുകൾ എഴുതിയാൽ മതി. പിന്നെ 2ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ച ആ കാര്യങ്ങളും വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതേ ഉള്ളൂ. Novels Samskara 1965 explores themes of identity, tradition and social change. Second, Bharatipura 1973 examines social revolution, identity and cultural change. Third, Avasthe 1978 explores human relationships and identity. Fourth, Bhava 1994 examines human emotions and relationships. Fifth, Divya 2001 explores themes of identity, culture and spirituality. Short story collections. First one, Endendu Mugiyada Kade 1955 showcases Anandamurthi's ability to craft compelling narratives. Second, Presne 1962 explores themes of identity, culture and social change. Third, Mauni 1972 powerful exploration of human condition. Fourth one, Aidu Dashakada Kadagalu 2001 explores complexities of human relationships and identity. Poetry collections. Bhavali explores themes of 1963 explores themes of love, identity and spirituality. Second, Padhyagalu 1970 showcases Anandamurthi's ability to craft powerful verse. Third, Ajjana Heggala Sugagalu 1989 thought-provoking exploration of human emotions. Fourth one, Ivarengina Kavithagalu 2001 compelling and introspective poetry essays. First one, Prajne Mattu Parisara 1974. അത് പ്രശ്നേന്നാവോട്ടാ. എക്സ്പ്ലോർസ് കൾച്ചർ, ഐഡൻറ്റിറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ച്.
Samakshama 1982, Powerful Exploration of Human Relationships and Identity. Puravara 1990, thought-provoking arguments on various topics. Fourth, Karnataka 2001, explores culture, identity and social change. And the Murthy's works are known for their nuances, depth and thought-provoking exploration of human relationships and societal dynamics. Reading his works can provide valuable insights into Indian culture and social Indian culture, society and literature. ഈ ഒരു വീഡിയോ ഉപകാരമായി അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ ഉപകാരം ആകുന്നുണ്ട്, നല്ലതാണ് എന്ന് തോന്നുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യോ. അതുപോലെ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. പിന്നെ കുറേ പേര് അത് എനിക്ക് കാണാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് കാണാൻ പറ്റാത്തേ ഉള്ളൂ. ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്നൊക്കെ പലർക്കും അതറിയാലോ. അപ്പോൾ YT സ്റ്റുഡിയോയിൽ പോയാൽ നമുക്കതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കുറേ പേരൊക്കെ വെറുതെ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. കുറേയധികം ബെനിഫിറ്റ് നിങ്ങൾ തന്നെ നേടിയെടുക്കുന്നുണ്ട്. സോ അങ്ങനെ ചെയ്യരുത് കേട്ടോ. പിന്നെ അസൈൻമെൻറ്റ്സും ക്വസ്റ്റ്യൻ ആൻസേഴ്സും വേണമെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യണം. വാട്സപ്പ് മാത്രം, ഓക്കെ, ആരും വിളിക്കണ്ട. ഓക്കെ, സോ താങ്ക് യു for watching. So thank you and we'll meet you with the next video. Bye then. Take care and goodbye.